ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ഗംഗാധര മേനോനോട് പരാതി പറയാൻ കേട്ടോ അലീനയെ പറ്റി. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എങ്ങാണ്ടെന്നോ ഒരു ഇലക്ട്രീഷ്യനെ വരുത്തി ഒരു കോളിംഗ് ബെല്ല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിലോട്ട് വിരലൊന്ന് അമർത്തിയാൽ മതി. ബെൽ സൗണ്ട് കേൾക്കുമ്പോഴേക്കും അവൾ അങ്ങ് ഓടിയെത്തും മുകളിലോട്ട്. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കോളിംഗ് ബെല്ലുള്ളത് നല്ലതല്ലേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, ആർക്ക് നല്ലത്? എനിക്കിതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഞാനിത് നിർത്തിക്കും. അടിച്ചവളുടെ കരണം പുകച്ച് ഞാൻ അവളെ ഇവിടെ നിന്ന് ഓടിക്കും. ക്ഷമയുടെ നെല്ലിപ്പലയിലേക്ക് ഇറങ്ങി നിൽക്കുക ഞാൻ. അപ്പം മാലതി പറയുന്നുണ്ട് കേട്ടോ, വൈജയ് നീ ഒന്ന് അടങ്ങ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇനി എങ്ങോട്ടടങ്ങാൻ? ഇങ്ങനൊരു സംഗതി മാലതി അടുത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഒരു ഹൃദ്രോഗി അപ്സ്റ്റേഴ്സിൽ പോയി താമസിക്കുക. ഭാര്യയെ കാണണ്ട, മക്കളെ കാണണ്ട, വേലക്കാരിയെ മാത്രം കണ്ടാൽ മതി. നാഴികയ്ക്ക് 40 വട്ടം. എവിടെ നടക്കൂ ഇത് എന്നാ ഹൃദ്രോഗിയാ? അപ്പം ഗംഗാധര മേനോൻ പറയുന്നുണ്ട് കേട്ടോ, വൈജയ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. കുറച്ച് നാളത്തേക്ക് നീ അയാളുടെ പാട്ടിന് വിട്ടേക്ക്. അയാളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പോഴേക്കും കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, തുടങ്ങി. ഇപ്പം അവൾ ഓടും മുകളിലോട്ട്. കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടിട്ട് അലീന ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധര മേനോനായിട്ട് പറയുന്നുണ്ട് അലീന, സാറ് വിളിക്കുന്നുണ്ട്, ചെല്ലാൻ വേണ്ടിയാ. അപ്പം മാലതിയടുത്ത് പറയുന്നുണ്ട്, ആ നീ ചെല്ല്. വൈജയന്തി ആണെങ്കിൽ ആകെ ദേഷ്യം പോട്ട് നിൽക്കുക. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല ഗംഗേട്ടാ. ഞാൻ പിന്നെ എന്നാത്തിനാ പെണ്ണായിട്ട് ജീവിച്ചിരിക്കുന്നേ? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, വൈജയ് നീ ഒരു കാര്യം മനസ്സിലാക്കണം. ബാലേന്ദ്രൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാ. അയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും നീ ചെയ്യാൻ പാടില്ല. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്നാ തെറ്റ് ചെയ്തു എന്ന് ഗംഗേട്ടൻ പറ. എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താ? ഈ അപമാനം ഏത് ഭാര്യ സഹിക്കും? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ക്ഷമയേക്കാൾ വലിയൊരു ആയുധം വേറെ ഇല്ല വൈജയ്. ക്ഷമ നശിച്ചാൽ പിന്നെ വരുന്നതെല്ലാം നമ്മൾ നേരിടേണ്ടി വരും. ആ സമയം അലീന താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അലീനയുടെ കയ്യിൽ ഒരു കപ്പും സോസറും ഉണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കണ്ടോ ഒരു കപ്പും സോസറും എടുക്കാൻ വിളിപ്പിച്ചതാ, ഓരോ കാരണങ്ങൾ. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, വൈജയ് നീ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് കാണണം. അയാൾക്ക് നിന്നോട് എന്തോ ഒരു അനിഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അയാൾ മാറി താമസിക്കുന്നത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആ അനിഷ്ടം എന്താണെന്ന് പറയട്ടെ. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അത് പറയണോ വേണ്ടയോ, അതെപ്പോൾ പറയണം അതൊക്കെ തീരുമാനിക്കുന്നത് ബാലേന്ദ്രനല്ലേ. അതുവരെ നീ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വൈജയന്തി ഉടനെ പറയുന്നുണ്ട് കേട്ടോ, എനിക്കങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഗംഗേട്ടാ, ഞാൻ തെണ്ടിക്കേറി വന്നവളല്ല. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, നീ ആത്മസംയമനം പാലിക്കേണ്ട സമയമായത്. അയാളുടെ സെൽഫ് കൺട്രോൾ പോയി. നീയും കൂടി ഇങ്ങനെയായ മുന്നോട്ടുള്ള വഴി അടഞ്ഞു പോവില്ലേ? അപ്പോൾ വീണ്ടും ഒരു ബെല്ലടി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ദാ അടുത്ത കോള് വന്നു. ഇപ്പോൾ മോളിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ, പിന്നെയും വിളിക്കുക അവളെ. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എന്തെങ്കിലും കാര്യം കാണും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെന്താണെന്ന് ഞാനും കൂടി അറിയണ്ടേ, ഞാൻ ചോദിക്കാം. അങ്ങനെ വൈജയന്തി ഓടിക്കേറി മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധര മേനോനും മാലതിയും പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, പോവരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല ഗംഗേട്ടാ, ഈ തോന്നിവാസം ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ വൈജയന്തി ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിച്ചത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചത് അലീനേനെയാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതെന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അത് അലീന വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ വന്നാൽ എന്താ കുഴപ്പം? എന്നോട് പറഞ്ഞാൽ എന്നാ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അലീനയുടെ സഹായം കൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഏതായാലും നിൻ്റെ സഹായം കൊണ്ടല്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വെച്ച് വിളമ്പി തന്നിട്ടില്ലേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിട്ടില്ലേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ നീ ഇല്ലെങ്കിലും നടക്കും. പൈസ കൊടുത്താൽ ആരും ചെയ്യും. പൈസ കൊടുത്താലും കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്നോട് എന്തിനാ ഈ വിരോധം, അതെനിക്കറിയണം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയന്തി നീ താഴെയും ഞാൻ മുകളിലുമാണ്. നമുക്ക് 2 പേർക്കിടയിൽ ഞാനൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട്. നീ ആ വര കടന്ന് ഇങ്ങോട്ടും വരരുത്, ഞാൻ അങ്ങോട്ടും വരില്ല. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ആരാ? ഞാൻ ഈ വീട്ടിൽ നിൽക്കണ്ടേ? എൻ്റെ സ്ഥാനം എന്നതാ ഇവിടെ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ആരാണെന്നും അലീന ആരാണെന്നും നിങ്ങൾക്ക് 2 പേർക്കും ഇടയിൽ ഞാൻ ആരാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നീയല്ല, ഞാനാ. ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ മാത്രം മതി.
അപ്പോൾ വൈജയന്തി പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയണം. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ എന്നെ കാണണ്ട. വീട്ടിൽ വന്നാലും എന്നോടൊന്നും മിണ്ടുന്നുമില്ല, കാണാനും സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാ? അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും വീണ്ടും കോളിംഗ് ബെൽ അമർത്തുന്നുണ്ട് കേട്ടോ. കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അലീന അടുക്കളയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട് അലീനോട്, വൈജ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്, നീയും കൂടി ചെല്ല്. അങ്ങനെ അലീന മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ കോളിംഗ് ബെല്ല് വീണ്ടും വീണ്ടും അമർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, വിളിക്ക്, എല്ലാവരും വിളിച്ചു വരുത്ത്, നാട്ടുകാരെ കൂടി വിളിച്ചു വരുത്ത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ പോ, എൻ്റെ റൂമിൽ നിന്ന് പോവാൻ. ഗെറ്റ് ഔട്ട്. പോകാൻ പറഞ്ഞാൽ പോകണം, പൊക്കോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് രണ്ടിലൊന്നറിയണം. അപ്പോൾ ബാലേന്ദ്രൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇറങ്ങി പോടി എൻ്റെ റൂമിൽ നിന്ന്. അങ്ങനെ അവിടെ ടേബിളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വൈജയന്തിയുടെ മേത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. ആ സമയത്താണ് കേട്ടോ അലീന കയറി വരുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ സാർ, സാർ എന്തേ കാണിക്കുന്നേ? അവിടേക്ക് ബബിതയും കൃഷ്ണമോളും രോഹിത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഓടി വന്ന് ബാലേന്ദ്രനെ പിടിച്ച് ഇരുത്തുന്നുണ്ട് കേട്ടോ. അച്ഛ പ്ലീസ്, അച്ഛ ഇവിടെ ഇരിക്കേ, അച്ഛൻ ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ബബിത വന്ന് വൈജയന്തിനെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അമ്മേ, റൂമിൽ നിന്ന് ഇറങ്ങിക്കേ, ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം. അമ്മയ്ക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? ഡോക്ടർ പറഞ്ഞു, മനുവേട്ടൻ പറഞ്ഞു, അങ്കിള് പറഞ്ഞു അച്ഛനെ ശല്യപ്പെടുത്തരുതെന്ന്. അമ്മ ആര് പറഞ്ഞാലും കേൾക്കില്ലേ, ഇങ്ങോട്ട് ഇറങ്ങിയേ. അങ്ങനെ ബബിത വൈജയന്തിനെ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. വൈജയന്തിക്കാണെങ്കിൽ ദേഷ്യവും അപമാനം ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അലീനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വാടി. അപ്പം അലീന വൈജയന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അലീന വന്നതും അലീനയുടെ കരണം നോക്കി ഒരു ഒറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ വൈജയന്തിയല്ല. ഇത് കാണുമ്പോൾ ബാലേന്ദ്രന് സഹിക്കില്ല കേട്ടോ. ബാലേന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളാണ് ബാലേന്ദ്രനെ അവിടെ പിടിച്ചിരുത്തുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ എൻ്റെ ചെകിടത്തടിച്ചടിയത്. അങ്ങനെ വൈജയന്തി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. രോഹിത്തിനാണെങ്കിൽ അലീനയ്ക്ക് അടി കിട്ടിയത് കണ്ടിട്ട് സന്തോഷമായിട്ടോ. അലീനയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് രോഹിത്ത്. അങ്ങനെ ബാലേന്ദ്രൻ അലീനനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചെല്ലുന്നുണ്ട്. അലീനയുടെ കവിളിൽ തടവി കൊടുത്തുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സാരമില്ല പോട്ടെ, നിന്നെയല്ല അവൾ അടിച്ചത്, എന്നെയാ. ഈ അച്ഛന് വേണ്ടിയല്ലേ, മോൾ ക്ഷമിക്കേ, സാരമില്ല. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. അലീന അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. അങ്ങനെ വൈജയന്തി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അവിടെ ഗംഗാധരമേനോനും മാലതിയും നോക്കി നിൽക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നാലെ ബബിത വരുന്നുണ്ട്. അപ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, അവിടെ എന്തായിരുന്നു ബഹളം? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ അലീനയ്ക്ക് 8 ഒരെണ്ണം കൊടുത്തു. പിന്നാലെ അലീന ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, വൈജയന്തിനാ നിന്നെ അടിച്ചേ? അപ്പോൾ അലീനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നാലെ കൃഷ്ണമോൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ മോളിൽ നിന്ന്. അപ്പോൾ ഗംഗാധരമേനോൻ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ അമ്മ അലീനനെ അടിച്ചത്? അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ അമ്മോട് മുറിയിൽ കയറരുതെന്ന് പറഞ്ഞു. ആ ദേഷ്യം അമ്മ അലീന ചേച്ചിയുടെ മുഖത്തടിച്ച് തീർത്തു. അപ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, അലീനയും വൈജിയും തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇല്ല. അമ്മ കയറി ചെന്ന് അച്ഛനോട് ചൂടായി. മുറിയിൽ കയറരുതെന്ന് പറഞ്ഞിട്ടും അമ്മ കയറി. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗംഗാധരമേനോന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നേരെ വൈജയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. വൈജയ്, ഇപ്പോൾ ബാലേന്ദ്രനുമായി വഴക്കുണ്ടാക്കിയോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഗംഗേട്ടൻ വിചാരിക്കുന്ന മാതിരിയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ബാലേന്ദ്രൻ ഒരു രോഗിയാണ്, അത് കണക്കിലെടുത്തുകൊണ്ട് വേണം അയാളുടെ പെരുമാറ്റം വിലയിരുത്താൻ. ഡോക്ടറും നിന്നോട് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, ബാലേന്ദ്രൻ്റെ ടെൻഷനൊന്നും ഉണ്ടാക്കാൻ പാടില്ലെന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ടെൻഷനോ? അതിനൊരു വിലയില്ലേ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നീ അതിനൊരു രോഗിയാണോ? നീ മെഡിസിൻ കഴിക്കുന്നുണ്ടോ? നിനക്ക് കുറച്ച് ടെൻഷൻ വന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അല്ല ഗംഗേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, ബാലേന്ദ്രൻ മുകളിലോട്ട് താമസം മാറ്റി എന്നെ തോൽപ്പിക്കാൻ, എന്നെ അവോയ്ഡ് ചെയ്യാൻ. പോട്ടെ, ഞാനതങ്ങ് വിട്ടു. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട് കേട്ടോ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ ബാലേന്ദ്രനെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്. നീ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഞാൻ പറഞ്ഞു പോവരുതെന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ ഏതെങ്കിലും റൂമിൽ കയറുന്നതിന് ഗംഗേട്ടൻ്റെ അനുവാദം വേണോ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നിന്നോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നിനക്കത് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, രോഗിയാണെന്ന് പറഞ്ഞിട്ടുള്ള അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല ഗംഗേട്ട. ഇതൊക്കെ മുളയിലേന്നുള്ളിയില്ലെങ്കിൽ ശരിയാവത്തില്ല.
അലീനയെ മാത്രം കണ്ടാൽ മതി, അലീനയോട് മാത്രം സംസാരിച്ചാൽ മതി, അലീനെ മാത്രം ശുശ്രൂഷിച്ചാൽ മതി. ഭക്ഷണവും മരുന്നും അലീന കൈകൊണ്ട് കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇത് വല്ലാത്തൊരു തരം സുഖേടാ. അതിനൊരു അറുതി വരുത്തണ്ടേ? അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, എടി അത് നിന്നെ ദേഷ്യപ്പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാ. നീ എന്താ അത് മനസ്സിലാക്കാത്തേ? നഷ്ടങ്ങൾ നിനക്ക് മാത്രമായിരിക്കും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കറിയാൻ ഗംഗേട്ടാ, ഈ പ്രായത്തിൽ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് സ്വന്തം മകളാവാൻ പ്രായമുള്ള പെൺപിള്ളേരെ കാണുമ്പോൾ. എനിക്കറിയാം പലതരം കഥകൾ. അപ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അലീനയുടെ സംശയമുണ്ടോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, പുളിങ്കൊമ്പ് കയ്യിൽ കിട്ടിയാൽ ഏത് പെണ്ണും അതൊന്ന് മുറുകെ പിടിക്കും, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ഗംഗാധരമേനോൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രനും അലീനയും തമ്മിൽ മോശമായ എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണോ നീ വിശ്വസിക്കുന്നത്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇപ്പം ഇല്ലായിരിക്കും, പക്ഷേ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നീ സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ പോകരുത് പോകരുതെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? മുകളിൽ ചെന്ന് ബാലേന്ദ്രനുമായിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുന്നു. ഒരു കാര്യമില്ലാതെ നീ അലീനയുടെ ചെകിടത്തടിച്ചു. ഇതിൻ്റെ പേരിൽ നീ റിഗ്രറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ എന്തെങ്കിലും വരാതിരിക്കില്ല. ഞാൻ ഒന്നും കൂടി നിന്നോട് പറയാം, നീ ബാലേന്ദ്രനുമായിട്ട് വഴക്കിന് പോവരുത്. നിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ബാലേന്ദ്രന് ഇഷ്ടമില്ലാത്ത ആരും അപ്സ്റ്റെയറിലേക്ക് പോവണ്ട. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ പോവും ഗംഗേട്ടാ, എന്നെ തടയാൻ ആരും നോക്കണ്ട. ചോദിക്കാനുള്ളത് വൈജ ആരുടെ മുഖത്ത് നോക്കിയും ചോദിക്കും, പറയാനുള്ളത് പറയും ചെയ്യും. 10 ദിവസത്തിനകം ഞാൻ അവളെ ഇവിടെ നിന്ന് ആട്ടിയിറക്കും. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, വൈജയ് ആവശ്യമില്ലാതെ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് അവിഹിതത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കണ്ട് രസിക്കാൻ മാത്രം അധംപതിച്ചിട്ടില്ല ഞാൻ. അതിന് കൂട്ടു നിൽക്കാൻ ഗംഗേട്ടന് നാണല്ലേ? ഇത് പറഞ്ഞതും വൈജയന്തിയുടെ ചെകിടത്തൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗംഗാധരമേനോൻ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.